കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഒരു ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഒരു പ്രചോദനം. ഞാനപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കോളിംഗ് ബെല്ല് അടിച്ചു. ആ കുടുംബനാഥ പുറത്തേക്ക് വന്നു. വളരെ അതിശയത്തോടു കൂടിയാണ്. കുറേ നാളുകളായി ആ വീട്ടിലേക്ക് ഒന്ന് വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഞാൻ ആ വീട്ടിലേക്ക് ഇന്ന് ഒന്ന് ചെന്നപ്പോൾ അവർ ആ സമയത്ത് തൻ്റെ മകനെ ഇവിടെ കൊണ്ടുവന്ന് ഈ ആലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനും കുമ്പസാരിപ്പിക്കുവാനും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഭവനത്തിൽ ചെല്ലുന്നത്. അതാണ് അവർക്ക് ഏറ്റവും വലിയ അതിശയമായത്. അവർ എൻ്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് അവർക്ക് ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഭവനത്തിൽ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കാം. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു ഭവനത്തിൽ ചെല്ലുവാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ദൂരെയാണ്, 10-30 കിലോമീറ്റർ ദൂരെയാണ്. ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ വളരെ രോഗിയായൊരു അമ്മയാണ്. നടക്കാനൊക്കെ വളരെ പ്രയാസമുള്ളൊരു അമ്മയാണ്. എന്നെ കണ്ട വശം ഈ അമ്മ ഉടനെ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കുകയാണ്, സണ്ണിച്ചേട്ടൻ അച്ഛനെ വിളിച്ചിരുന്നു? ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചില്ല. അല്ല, സണ്ണിച്ചേട്ടൻ അച്ഛനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞോ? എന്നോട് എനിക്ക് വിളിച്ചു കിട്ടില്ല. അപ്പം അവർ ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥനയിൽ അവർ പ്രത്യേകം ആഗ്രഹിച്ചത് അവരുടെ വീട്ടിലേക്കൊന്ന് വരണം. അവരുടെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ വീട് പണി നടക്കുന്നതിന് മുമ്പ് ആ തറയിൽ കല്ലിടാനും പ്രാർത്ഥിക്കുവാനും അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഹോസൂര് രൂപതയിൽ ഒരു ധ്യാനത്തിന് വേണ്ടി അച്ഛൻ പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇന്നലെ വൈകുന്നേരം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ അച്ഛനെ കാറ് കൊണ്ടുപോയി അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. അവരങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകുന്നേരം, ഇന്ന് അതായത് 24 മണിക്കൂർ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിലേക്ക് അവർ പറയാതെ, അവരോട് ഞാൻ പറയാതെ, അവർ ചോദിക്കാതെ ഞാൻ കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ചില സംഭവങ്ങൾ നടക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് ദൈവം ഇങ്ങനെ നമുക്ക് നൽകുന്നത്? ഞാൻ 2 സംഭവങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. ഒന്ന്, ഒരു കുടുംബനാഥ തൻ്റെ മകനോട് എന്നെക്കുറിച്ച്, അതായത് എൻ്റെ അടുത്ത് വന്നൊന്ന് കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിച്ച് ഞാൻ ചെല്ലുന്നത്. രണ്ടാമതൊരു ഭവനത്തിലേക്ക് അന്ന് തന്നെ ചെല്ലുന്നത്, അവർ തലേദിവസം രാത്രി പറഞ്ഞു അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളുടെ ചെറിയ ആഗ്രഹം പോലും കാണുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈശോ അറിയുന്നു. ആ ഈശോ അത് നമുക്ക് നിറവേറ്റി തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് കളങ്കമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ആഗ്രഹം ഈശോ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മളോട് പറയുക: കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നു, അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് ദൈവം നമുക്ക് തിരുമനസ്സാക്കി നൽകുമെന്നതിൻ്റെ ഒരു പ്രകടമായ ഒരു അടയാളമാണ്. അവർക്ക് എന്തൊരു സന്തോഷമായിരുന്നു ആലോചിക്കുക. അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷങ്ങളിൽ ഒരു വൈദികൻ അവിടെ കടന്നു ചെല്ലുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കർത്താവ്
നമ്മുടെ ഓരോ ചെറിയ വിചാരം പോലും അറിയുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്നവനാണ്. നേരിയൊരു ചിന്ത പോലും കർത്താവ് അറിയുന്നു. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഇത്രയും വലിയ സ്നേഹത്തോടെ നീ അറിയുന്നുവല്ലോ ഈശോയെ, നീ കാണുന്നുവല്ലോ ഈശോയെ. കർത്താവെ, നീ ഞങ്ങളോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരിക്കലും മറക്കാതെ അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ അവിടുന്ന് വലയം ചെയ്യുന്ന ആ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാനീ കുർബാന നിനക്കായി. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാനീ കുർബാന നിനക്കായി. സഹിച്ചു പീഡനങ്ങൾ നിനക്കായി കൊണ്ടു ഞാനടികൾ നിനക്കായി, എനിക്കു വേണ്ടതു നിന്നെ മാത്രം എന്റെ സ്നേഹിതനേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.